പലപ്പോഴും നമുക്ക് നോ പറയാൻ ഭയങ്കര മടിയായിരിക്കും. പക്ഷെ ചില സന്ദർഭങ്ങളിൽ നിർബന്ധമായും നമ്മൾ നോ പറഞ്ഞിരിക്കണം. ഇത്തരം വാർത്തകളിലൂടെ നമ്മളിപ്പോൾ ധാരാളമായിട്ട് കടന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ വാർത്തകളിൽ ഇടം പിടിക്കാത്ത ജീവിതങ്ങളും പലതും ഉണ്ടാവാം. ഇങ്ങനെയുള്ള ചില റിലേഷൻഷിപ്സിലൂടെ പോകുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ പാർട്ട്ണർ എത്ര നമ്മൾ ഉപദ്രവിച്ചാലും കുറച്ച് കഴിഞ്ഞ് സ്നേഹത്തോടെ സംസാരിക്കുന്ന സമയത്ത് നമുക്കിതെല്ലാം ശരിയാവും, ഇനി ഓക്കെ ആകും എന്നുള്ളൊരു ചിന്ത പലരിലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മറ്റു ചില സന്ദർഭങ്ങളിൽ ഈ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി അവരവരുടെ പാരൻസുമായിട്ട് അത് ഷെയർ ചെയ്യുകയാണെങ്കിൽ പോലും ചിലപ്പോൾ വീട്ടിൽ നിന്നൊരു സപ്പോർട്ട് കിട്ടാത്ത അവസ്ഥ പല സ്ത്രീകൾക്കും ഉണ്ടാവാറുണ്ട്. ഈ രണ്ടിലും മാറ്റം വരണം. ഇപ്പൊ നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങാനും നിയമത്തിന്റെ പരിരക്ഷ തേടാനും നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്കായിട്ട് ഒരു ഇടമുണ്ട് എന്ന് പറയാനായി പാരന്റ്സിനും സാധിക്കണം. 2005 ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം ശാരീരികമായിട്ടുള്ള ഉപദ്രവമോ അതുപോലെ തന്നെ ലൈംഗിക ചൂഷണമോ മാത്രമല്ല ആ നിയമത്തിന്റെ കീഴിൽ വരുന്നത്. ചില കളിയാക്കലുകള്, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ടുള്ള കുറ്റപ്പെടുത്തലുകള്, ലൈംഗിക ചുവയോടുകൂടിയുള്ള സംഭാഷണങ്ങൾ, അതുപോലെ തന്നെ കുട്ടികളില്ല എന്നുള്ളതിന്റെ പേരിലുള്ള കളിയാക്കലുകള്, സ്ത്രീധന പ്രശ്നങ്ങൾ പറഞ്ഞുള്ള വഴക്കുകള്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ നിയമത്തിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. ഒരു സ്ത്രീക്ക് ശാരീരിക പ്രശ്നങ്ങൾ പോലെ തന്നെ അവളുടെ മാന്യതയെ കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഭർത്താവിൽ നിന്നോ അതല്ല ഒരു കൂരയ്ക്ക് കീഴിൽ താമസിക്കുന്ന ആരിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നാലും അവർക്ക് ഈ നിയമത്തിന്റെ പരിരക്ഷ തേടാവുന്നതാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ഒരു സൈക്കോളജിസ്റ്റിന്റെ സേവനം ആവശ്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. ഇടം കൗൺസിലിംഗ് സർവീസസ്, തൃശൂർ, പാലക്കാട്.